റിപ്പോർട്ട് ബ്രേക്കിംഗ്. ക്രൗഡ് ഫണ്ടിംഗ് കേസിൽ അറസ്റ്റായ അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കാനെത്തിയത് ഗുണ്ട നേതാവ്. കൊട്ടേഷൻ സംഘാംഗമാണ് നടക്കാവ് സ്റ്റേഷനിലെത്തിയത്. ഇയാൾക്കെതിരെയുള്ള കേസുകൾ പരിശോധിച്ച ശേഷമാകും അജയ് ആയങ്കിക്ക് ജാമ്യം നൽകുക. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഗുണ്ടയെ സഹായിക്കാൻ ഗുണ്ടകൾ തന്നെ എത്തുന്നു എന്നതാണോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാണാനായത്? എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, അർജുൻ ആയങ്കിയെ QR കോഡ് വഴി ക്രൗഡ് ഫണ്ടിങ്ങിന് സഹായിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് അജയ് ആയങ്കി, അതായത് അർജുൻ ആയങ്കിയുടെ സഹോദരനെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ നടക്കാവ് സ്റ്റേഷനിലാണ് അജയ് ആയങ്കി ഉള്ളത്. ഈ അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കൊട്ടേഷൻ സംഘത്തലവൻ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതാ ഇപ്പോൾ നമുക്ക് കാണാം, അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കുന്നതിന് വേണ്ടി സഹോദരൻ, അതായത് അഖിൽ ആയങ്കി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. അഖിൽ ആയങ്കി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് അഖിൽ ആയങ്കിയെയാണ്. അഖിൽ ആയങ്കി ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ ഈ കൊട്ടേഷൻ സംഘത്തലവൻ എത്തിയപ്പോൾ, ഗുണ്ടാ നേതാവ് എത്തിയപ്പോൾ ഇയാളുടെ പശ്ചാത്തലം, ഇയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പോലീസ് പരിശോധിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അജയ് ആയങ്കിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അഖിൽ ആയങ്കി, അതായത് അർജുൻ ആയങ്കിയുടെ മൂത്ത സഹോദരൻ നടക്കാവ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ, അഖിൽ ആയങ്കിയെ കണ്ടിട്ടുണ്ട്. നിലവിൽ അയാൾ നടക്കാവ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ ഈ ജാമ്യം എടുക്കാനെത്തിയ ഗുണ്ടാ നേതാവിനോട് ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് തങ്ങൾക്ക് അജയ് ആയങ്കിയെ പരിചയമില്ല, മറിച്ച് കണ്ണൂരിലെ ഒരു അഭിഭാഷകൻ പറഞ്ഞതനുസരിച്ചാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതായത് നേരിട്ടുള്ള പരിചയമില്ല, അർജുൻ ആയങ്കിയെയോ അജയ് ആയങ്കിയോ നേരിട്ട് പരിചയമില്ല എന്നുള്ളതാണ് ഇവരുമായി സംസാരിക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യം. മറിച്ച് കണ്ണൂരിലെ ഒരു അഭിഭാഷകന്റെ നിർദ്ദേശമനുസരിച്ച് ജാമ്യം എടുക്കുന്നതിനായി നടക്കാവ് സ്റ്റേഷനിൽ എത്തി എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ ഗുണ്ടാ നേതാവിനെ ജാമ്യം എടുക്കുന്നതിനായി പോലീസ് അനുവദിച്ചിട്ടില്ല. രണ്ടുപേരെത്തിയിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അതിനാൽ തന്നെയാണ് അർജുൻ ആയങ്കിയുടെ മൂത്ത സഹോദരൻ അഖിൽ ആയങ്കി ഈ അജയ് ആയങ്കിക്ക് ജാമ്യം എടുക്കുന്നതിനായി നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും, നോട്ടീസ് നൽകി വിട്ടയക്കും, അടുത്ത ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിട്ടയക്കും എന്നുള്ള കാര്യം പോലീസ് ഏതായാലും വ്യക്തമാക്കിയതാണ് സ്മൃതി. ഏതായാലും ഇപ്പോൾ അഖിൽ ആയങ്കി കൂടി ഈ നടക്കാവ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ സൂചിപ്പിക്കേണ്ട കാര്യം എന്നുള്ളത്, ഒരു ഗുണ്ടാ നേതാവ് എത്തി, അത് ഈ അജയ് ആയങ്കിക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ അർജുൻ ആയങ്കിയുടെ ഈ ഗുണ്ടാ ബന്ധങ്ങളൊക്കെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചാണോ ഈ ഗുണ്ടാ നേതാവ് ഈ അജയ് ആയങ്കിക്ക് ജാമ്യം എടുക്കുന്നതിനായി ഇവിടേക്ക് എത്തിയത് എന്നുള്ള ചോദ്യമാണുള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.